അച്ഛന്റെ മറ്റേ മോന്തയാക്കിട്ട് ചോദിക്കണ്ടാന്ന് ചോദിക്കണ്ടാന്ന്. അച്ഛന്റെ പോലെ എന്റെ ഭർത്താവിന്റെ പോലെ. വേണ്ടട്ടാ എന്താ മിണ്ടാത്ത ക്യാമറ ഓണാക്കിയപ്പോ വായ പൂട്ടി പോയതാ. ഇത്ര നേരം നിർത്താതെ പറഞ്ഞപ്പോ ക്യാമറ ഓഫ് ആയ. പിന്നെ കുട്ടികളെ അമ്മമ്മ വീട്ടിൽ വന്ന ഓർക്കൊരു ഇതാണ് എനിക്ക് കൂടി പറയാള്. ഇതാണ് അമ്മമ്മ, ഇതാണ് അമ്മച്ചൻ. എല്ലാ കുടുംബങ്ങളിലും ഇതേപോലെ പേരക്കുട്ടികൾ ഇത്ര അവകാശത്തിൽ സംസാരിക്കാൻ ഞങ്ങളോടല്ലാണ്ട് അപ്പൊ അമ്മ ഇപ്പൊ വീഡിയോ എടുത്ത് ബാക്കിയുള്ള ദിവസമൊക്കെ അമ്മക്ക് കള്ളമടി വീഡിയോ കള്ളമടി കണ്ടോ പതുക്കെ പൊന്തുണ്ട്. ഹലോ കാര്യം പറയല്ല മോനെ അതി അമ്മച്ചനും കാര്യം കേട്ടോ കിട്ടി കാര്യങ്ങൾക്ക് തീരുമാനമായി. അമ്മച്ചനും കാര്യം പറയാന്ന കുട്ടി പറഞ്ഞേ. നിങ്ങൾ എന്തിനാ നെഗറ്റീവായിട്ട് എടുക്കുന്നത്? ഞങ്ങൾ അങ്ങനെ എടുക്കുള്ളൂ. ഞങ്ങൾ നെഗറ്റീവ് ഓടികളല്ല നെഗറ്റീവ്. അങ്ങനെന്തോ ഓളി അത്രേ ഉള്ളൂ. അമ്മമ്മല്ലാത്തൊരു കലാപരിപാടി. അമ്മച്ചനും എന്താ എല്ലാം പറഞ്ഞു. എനിക്ക് ഉണ്ണീന്റെ വീഡിയോ ഒന്നും എടുക്കണല്ലോ. എല്ലാ കാര്യം നമ്മള് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് മാത്രം പറഞ്ഞില്ല. അത് പിന്നെ ഞങ്ങള് പോയി കഴിച്ചില്ലേ. അപ്പൊ മക്കളെ കൊണ്ടുപോയില്ലല്ലോ. അപ്പൊ മക്കളെ കൊണ്ടുപോകും. ഞങ്ങള് വന്നതാണ് നീണ്ട ദിവസങ്ങൾക്ക് ശേഷം. ഞങ്ങൾ വീണ്ടും ഞങ്ങൾ പടനിലത്തേക്ക് എത്തി. നീണ്ട ദിവസം എത്ര ആർക്കെങ്കിലും അറിയും? ഒരാഴ്ച ഗൈസ്, ഒരാഴ്ച. ഡെയിലി ഞാൻ ഷോപ്പിലേക്ക് വന്ന് പോകുന്നതാണെങ്കിൽ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല കാര്യം. ഒരാഴ്ച എന്നുള്ള ഒരു യുഗാണ്. ഓരോ ദിവസവും ഇന്നലെ കാണാൻ വന്ന് ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തി. അപ്പം ഞങ്ങൾക്ക് സൽക്കാരയിൽ നിന്ന് നല്ല അടിപൊളി ബിരിയാണി വാങ്ങിച്ചിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. എന്റെ അച്ഛനും അമ്മയും എന്റെ അനിയനും. അവർക്ക് മാത്രം വെച്ചെടുക്കല്ല, കൂടെ ഞങ്ങളും തന്നു. സ്പോൺസർ ആരാണ് ഇതില്? കഴിഞ്ഞതിന്റെ സ്പോൺസർ ഞാനായിരുന്നു. ഇതിന്റെ സ്പോൺസർ മൈ ഹസ്ബൻഡ്. ഓ അച്ഛനാണ് ഗൈസ് സ്പോൺസർ. ഒന്നും മിണ്ടുന്നില്ല. സ്പോൺസർ കുഞ്ഞിന് കൊടുക്കണ്ടേ? എന്നാ ഞാൻ അവിടേക്ക് ഇരിക്കാം. അമ്മ കൂടെ പോരും. എന്താ പ്രശ്നം? എന്നാ പിന്നെ ആദ്യം ഇവിടെ ഇരിക്കണം. അങ്ങനെ ചേച്ചി വിളമ്പി കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഞാനിവിടെ സൈഡ് ഡിഷ് വിളമ്പി കഴിഞ്ഞിട്ടുള്ളൂ. ഇനി വെയിറ്റിംഗ് ഫോർ ബിരിയാണി വിളമ്പ്. ഇനി ബിരിയാണി കൂടി വിളമ്പിട്ടോട്ടെ. അച്ഛൻ ബീഫ് ബിരിയാണി കഴിക്കുക. അച്ഛൻ്റെ നിന്ന് എപ്പോഴുള്ള ശീലമുള്ള ഒരു പീസ് എടുക്കുക, ലേശം മസാല എടുക്കുക, കൂട്ടുക. അച്ഛനെ നിന്ന് വാരി കഴിക്കാൻ തന്നെ വേറെ ഉണ്ട്. അത് വേണോ? അടിപൊളി. പപ്പടം കിട്ടിയത് വേറെ ലെവലാണ്. ഇങ്ങനെ അടിക്കുക വയ്യ. ഇവിടെ എല്ലാവരും ഇവിടെ കമ്പനി കഴിക്കുന്നു. അമ്മ ആദ്യം തീറ്റിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തിന്നാൻ കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോ ടൈച്ചിലല്ലേ ഞാൻ തീർത്ത് തരാം. മൗത്ത് റിഫ്രഷ് തരുമ്പോൾ ഹോട്ടലിൽ കഴിഞ്ഞ് പുറത്തിരുന്ന ഫാൻ്റെ ഷോട്ടിൽ ഇരുന്നിട്ട് ഞങ്ങള് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. തിന്നേൻ്റെ ഹാൻഡ് ഓവർ പോകാൻ വേണ്ടിയിട്ട് പുറത്തിരിക്കുകയാണ്.
ചേച്ചി അത് ആ ഭാഗത്തേക്ക് പോകണ്ട്. ചേച്ചിയെ ഇങ്ങോട്ടാ. ചേച്ചി ഇപ്പോൾ തൽക്കാലം ബോർഡ് എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചാട്ടാ. ഒന്ന് വീഡിയോ പിടിക്കും. ഞാൻ പിടിക്കാം. ആദ്യം ഇപ്പോൾ നമ്മൾ റിഫ്രഷ്നർ പൊട്ടിക്കുകയാണ്. നല്ല അടിപൊളി സാധനമല്ല. ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കും. കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടല്ലേ? കൈ തട്ടി തിന്നു കാണിച്ചു കൊടുക്കും. ഞാൻ പിടിക്കാം. ഇത് ഫുള്ള് മണ്ണിയാണ്. ഇങ്ങനെയുണ്ട്. അതെ ഉണ്ടല്ലേ? റിഫ്രഷ്മെന്റ് ആയി. ഷമൻ്റെ അമ്മേ അങ്ങനെ നമ്മള് ഒക്കെ കഴിഞ്ഞ് പുരയിലെത്തില്ലേ? വീട്ടിലെത്തി. പുരയിലെത്തിന്ന് ആ വീടന്നെ. വീട്ടിലെത്തി. എല്ലാം കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തിയില്ല അമ്മ? എന്താ അമ്മേ, ബിരിയാണി തിന്നതിന്റെ ക്ഷീണാണോ മുഖത്ത് കാണുന്നത്? ഇപ്പൊ ഇച്ചിരി മുന്നോട്ടാ അല്ലേ? ഇന്ന് ഇത്തിരി ഉപ്പ് മുന്നോട്ടായി പോയി. പക്ഷെ നല്ല ബിരിയാണി ആയിരുന്നു. അപ്പൊ നല്ല ബിരിയാണി. ഒരുത്തൻ നോക്കിയാട്ടെ ഗെയിം കളിക്കുന്നത്. ഒരുത്തനാ മൂലൊക്കെ കിടക്കുന്ന. അയ്യോ എന്റെ കോല നോക്കിയാട്ടെ. 1 മാസം കഴിഞ്ഞിട്ട് പറഞ്ഞാ മതിയടാ. അടിപൊളിയാ. ഇതിട്ടിട്ട് അമ്മ വീട് മൊത്തം നടന്ന് അടിച്ചു വാരിയത്. വീട് ചുറ്റും വീട് വൃത്തിയാക്കിയത്. എന്നിട്ട് ഞാൻ അമ്മയെ വിളിച്ച അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് ഇത് ഇട്ടാ പിന്നെ ചുറ്റുള്ളൊന്നും കേൾക്കാൻ പറ്റില്ല. നല്ല സുഖാടാ പാട്ടൊക്കെ. ഇതിട്ട് ചുറ്റുള്ളൊന്നും കിട്ടൂല. ഞാൻ അമ്മയുടെ എടുത്തു പോയിട്ട് അമ്മയെ കലാഭവമണിന്റെ ഇതുണ്ടല്ലോ നാടൻപാട്ട്, അത് ചെവിയിൽ വെച്ച് ഇങ്ങനെ പഠിക്കും. എന്നിട്ട് അപ്പോഴേക്ക് ഓർമ്മ വന്നു ആ അമ്മ കേൾക്കൂല. എന്നിട്ട് അവിടെ പോയി നടന്നു വീട് മൊത്തം ചുറ്റി അവസാനം 2 വിളിച്ച് കരവാന്റെ സൈഡിലുണ്ടായിരുന്നു. അവിടെ പോയി കണ്ട് അമ്മേനെ ചെവി കൊന്നിച്ച് അമ്മയെ വെള്ളം വേണോ എന്ന് ചോദിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പൊ ഇത് അപായ കാലട്ടോ. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴത്ത് കൊടുക്കാം. വേണ്ടോട്ട് മേടിക്കും. നമ്മള് മേടിച്ചപ്പോ ഓഫറിനത് 1100 ആണോ? അല്ല 1200 സംതിങ് ഉണ്ട്. അതെ ഒരുത്തനത് വല്ലതും അറിയുന്നുണ്ടോ നോക്കിയേ. എടാ കിടന്നുറങ്ങടാ. സമയം എത്രയായിന്നാ? അമ്മന്റെ ഫോൺ വരി. സമയം പറഞ്ഞു കൊടുക്കട്ടെ. 11:24 നോക്കട്ടെ. എന്താ പരിപാടി? 11:30 മണി അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പൊ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.